ലാലേട്ട എന്റെ അമ്മ ബിഗ് ബോസ് കാണുന്ന ഒരാളാണ്. അപ്പൊ ഇങ്ങോട്ട് വരാൻ നേരത്ത് എന്റെ അമ്മ എന്നോട് പറഞ്ഞ ഒരേ ഒരു കാര്യമുള്ളൂ, അടിയും തല്ലും വഴക്കും ഒന്നും ഉണ്ടാക്കല്ലേ മോനെ എന്ന്. അമ്മയ്ക്ക് ഈ വഴക്കെന്നൊക്കെ പറഞ്ഞാൽ നല്ല പേടിയുള്ള കൂട്ടത്തിലാണ് ലാലേട്ട. അപ്പൊ ആ ഒരു ഉപദേശം സ്വീകരിച്ച് ഞാനിവിടെ വന്നപ്പോ ഫസ്റ്റ് ഡേ തന്നെ എനിക്ക് 9 നോമിനേഷനും പിന്നെ മണ്ടൻ പട്ടവും. അതോടെ എനിക്ക് മനസ്സിലായി അമ്മ പറഞ്ഞ പോലെയുള്ള വഴക്കില്ലാത്ത കളിയൊന്നും ഇവിടെ നടക്കത്തില്ല എന്ന്. അതാണ് ഒരു ചായയിൽ കയറി പിടിച്ച് കളി തുടങ്ങിയത്. അവിടുന്ന് പിന്നെ ഫുൾ വഴക്കോട് വഴക്കായിരുന്നു. ഇന്നലത്തെ എപ്പിസോഡിനകത്ത് ഒരു ഹൈലൈറ്റ് ആയിരുന്നു ജിൻഡോ ഈ പറഞ്ഞ കാര്യം. എനിക്ക് ചിരിയും രോമാഞ്ചവും എല്ലാം കൂടി ഒരുമിച്ച് വന്നു. കാരണം നമ്മൾ ഈ ജേർണി മൊത്തം കണ്ടതാണല്ലോ, 0 to ഹീറോ ആയിട്ടുള്ള ജിൻഡോയുടെ ഈ ഒരു ജേർണി. ഇപ്പോൾ ലാലേട്ടന്റെ മുന്നിൽ ഗ്രാഫ് പ്രസന്റ് ചെയ്ത 10 പേരെ എടുത്ത് നോക്കുമ്പോൾ ശരിക്കും ഗ്രാഫ് മുകളിലേക്ക് പോയതായിട്ട് എനിക്ക് തോന്നിയത് ആകെ 2 പേരേ ഉള്ളൂ. അതില് ജിൻഡോയുടെ ഗ്രാഫിന് മാത്രമാണ് ലാലേട്ടൻ ഒരു വെരി ഗുഡ് ഒക്കെ പറഞ്ഞു കേട്ടത്. കാരണം ലാലേട്ടനും അറിയാം ബിഗ് ബോസ് കാരണം ഇത്രയും ഹൈപ്പും ഇത്രയും സപ്പോർട്ടും പിന്തുണയൊക്കെ ഉണ്ടാക്കിയെടുത്ത ഒരാളാണ് ജിൻഡോ എന്നുള്ളത് അറിയാം. അപ്പൊ ആ ഒരു രീതിയിലാണ് ലാലേട്ടൻ വെരി ഗുഡ് ഒക്കെ പറഞ്ഞത്. ജിൻഡോ ഈ ഗ്രാഫ് പ്രസന്റ് ചെയ്തപ്പോ പറഞ്ഞത് ഒന്നിലും തന്നെ ഒരു രീതിയിലുള്ള അതിശോക്തിയല്ല, എല്ലാം ഫാക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആ ഒരു ചായ പ്രശ്നത്തിന്റെ ഉത്ഭവം ഇതായിരുന്നു എന്ന് പലതവണ പുള്ളി തന്നെ അവിടെ പറഞ്ഞിട്ടുണ്ട്. നമ്മളതൊക്കെ വീഡിയോ ആക്കിയിട്ടുമുണ്ട്. ബിഗ് ബോസിനകത്ത് പ്രേക്ഷകർ കാണാൻ ആഗ്രഹിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. അപ്പം അതൊക്കെ കറക്റ്റായിട്ട് പ്രേക്ഷകരിലേക്ക് ഡെലിവർ ചെയ്ത് കഴിഞ്ഞാൽ അവര് സപ്പോർട്ട് ചെയ്യും. അതിന് ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ജിൻഡോ എന്ന മത്സരാർത്ഥി. കഴിഞ്ഞ സീസണിൽ അഖിൽമാരാരുണ്ടായിരുന്നു. അപ്പം ആ രീതിയിലുള്ള പ്രേക്ഷകർ എന്താണോ കാണാൻ ആഗ്രഹിക്കുന്നത് അത് കറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്യും. ഒരിക്കലും ഡാൻസ് കളിച്ചിട്ടില്ലാത്ത ഒരാൾക്ക് നാട്യമയൂരം പട്ടമൊക്കെ കിട്ടിയെന്ന് ജിൻഡോ പറഞ്ഞത് കേട്ടില്ലേ? അപ്പൊ അങ്ങനെയൊക്കെയാണ് ബിഗ് ബോസിനകത്തെ കാര്യങ്ങൾ. പുള്ളിയുടെ അമ്മയുടെ ഉപദേശവും കേട്ട് മിണ്ടാതിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും ഔട്ട് ആയേനെ. അന്ന് ഇങ്ങനെ ഒരു ഇൻസൾട്ട് നേരിട്ടതിന് ശേഷം ജിൻഡോ ഗെയിമിനെ സീരിയസ് ആയിട്ട് എടുക്കാൻ തുടങ്ങി. അതുകൊണ്ട് ഇപ്പോ ഇവിടം വരെ എത്തി നിൽക്കുന്നതായിട്ട് പ്രേക്ഷകർ നോക്കി കാണുന്നു.